ഉചിതമായ തീരുമാനം അവരെടുക്കും. ഇവിടെ ഒരു ചർച്ചയും അത് സംബന്ധിച്ച് ഇവിടെയോ ഡൽഹിയിലോ നടക്കുന്നില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്നലെ മിനിയാന്ന് KPCC യോഗം കഴിഞ്ഞല്ലോ. ഇന്നലെ രാവിലെ വാർത്തയാണ് കംപ്ലീറ്റ്. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അല്ല, അതെനിക്കറിയില്ല. നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് നിങ്ങളാണ് പറയേണ്ടത് എവിടെ നിന്ന് കിട്ടിയെന്ന്. അത് ഈ കേരളത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ ഇലക്ഷൻ നടക്കാൻ പോണ ബീഹാറിലെ, ബംഗാളിലെ, ആസാമിലെ എല്ലാം ഓരോ ദിവസമായിട്ട് നടക്കും. ഓരോ സമയമായിട്ട് നടക്കും. പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ട് അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഒരു റോഡ് മാപ്പ് നിശ്ചയിക്കുന്ന. ഒരു വർഷം മുമ്പ് അങ്ങനെ ACC ചെയ്യും. എല്ലാ സംസ്ഥാനങ്ങളെയും വിളിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കത് അറിയാം. എന്നിട്ട് ഇത് കേരളത്തിൽ മാത്രം ഇവിടുത്തെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് സംസാരിക്കും. ഈ അടുത്ത വർഷം 2026 ഇലക്ഷൻ നടക്കാൻ പോകുന്ന എല്ലാ സംസ്ഥാനത്തെയും നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഈ കോൺഗ്രസിൽ തർക്കമാണ്, കോൺഗ്രസിൽ ബഹളമാണ് എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോ ദിവസം വാർത്ത കൊടുക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു തർക്കമില്ല. ഒരു പാർട്ടിയിലുള്ള തർക്കവും ഞങ്ങളുടെ പാർട്ടിയിലില്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. അല്ല, അദ്ദേഹം വേറൊരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞതല്ലേ, അതിനെന്താ? ഒരു വിഷയത്തിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അദ്ദേഹമായിട്ട് പഴക്കിട്ടോ പിണങ്ങിയോ ഒന്നുമില്ല. സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ച് പറഞ്ഞ വിഷയത്തിലെ നിലപാട് മാറ്റി നല്ല ചോദ്യം. എന്നിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ട് അത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും എന്റെ അടുത്ത് ചോദിക്കണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എനിക്ക് കിട്ടില്ല. ഞങ്ങളിവിടെ വളരെ ഗൗരവമായിട്ട് UDF മുഴുവൻ ദിവസം യോഗം ചേരുവാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം KPCCയുടെ യോഗം ചേർന്നു. ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കൂട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ല. നിങ്ങൾ അത് ഞങ്ങളുടെ അജണ്ട. അതിപ്പോ ഞാൻ അങ്ങനെ ഒരു പുറത്തു പറയുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട്, തീരദേശ പദയാത്രയുടെ കാര്യം, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ അവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന അജണ്ട ഞാൻ രാവിലെ വലിയൊരു തിരിച്ചടി ഉണ്ടായില്ലേ UDF-ന്? അങ്ങനെ തിരിച്ചടി UDF-ന് ഉണ്ടാണ്. UDF-ന്റെ ഏതെങ്കിലും സീറ്റ് കുറഞ്ഞു, ഞങ്ങളുടെ എണ്ണം കൂടി. തിരിച്ചടി എന്തായത് ആർക്കാ? LDF-നാണ് തിരിച്ചടി. LDF-ന് ഞങ്ങൾക്ക് 10 ഉണ്ടായിരുന്നാണ്, 9 ഉണ്ടായിരുന്നാണ് 13 ഒന്ന് സ്വതന്ത്രം. 9 ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 13 20 ഉണ്ടായിരുന്നത് 16 CPM-ന്. തിരിച്ചടി ആർക്കാ? എനിക്ക് മനസ്സിലാവില്ല. തിരുവനന്തപുരത്തെ കാര്യം വിട്. തിരിച്ചടി ആർക്കാ തിരിച്ചടി? 9 ഉണ്ടായിരുന്നത് 13 ഞങ്ങൾക്കാണ് തിരിച്ചടി. 20 ഉണ്ടായിരുന്നത് 16 LDF-നാണ് തിരിച്ചടി. ഈ തരൂര് സംസ്ഥാന സർക്കാർ അനുകൂലമായിട്ട് പറഞ്ഞ പ്രസ്താവന പിന്നോക്കം പോയിട്ടില്ല. താങ്കൾ അത് കൺവിൻസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു ഇടയ്ക്ക് വെച്ചു. ഞങ്ങളുടെ പാർട്ടി എന്താ ഇപ്പോഴും ആ നിലപാട് ഉറച്ചില്ല. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞല്ലേ? അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞല്ലോ. രാവിലെ നല്ലൊരു ദിവസമായിട്ട് രാവിലെ എന്റെ നിന്ന് കോൺഗ്രസിനെതിരായിട്ടോ UDF-നെതിരായിട്ടോ എതിരായിട്ടുള്ള ഒരു വാർത്ത കിട്ടില്ല. അല്ലത് വളരെ ഗൗരവതരമായൊരു പ്രശ്നമാണ്. കാരണം 12 നോട്ടിക്കൽ മൈലിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും കടൽ മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമാണ്. അതായത് 48 മീറ്റർ തൊട്ട് 62 മീറ്റർ വരെ ആഴത്തിൽ ചെയ്യാണ്. ഇപ്പോൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കൊല്ലം എന്ന് പറയുന്നത് കൊയിലോൺ ബാങ്ക് എന്ന് പറയും. കൊല്ലം പരപ്പാണ്. ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യസമൃദ്ധിയുള്ള സ്ഥലം. അതിലെ ഫ്ലോറ ആൻഡ് ഫോണ മുഴുവൻ സസ്യ ജന്തുജാലങ്ങളും നശിച്ച് മത്സ്യത്തിൻ്റെ പ്രജനനം മുഴുവൻ പോയി, മുഴുവൻ മത്സ്യവും പോകും. മാത്രമല്ല അവിടെ വലിയ ധാതു നിക്ഷേപമുണ്ട്, ഇൽമനൈറ്റ് റൂട്ടയിലുണ്ട്, വലിയ കച്ചവടമാണ് നടക്കുന്നത്. 745 ദശലക്ഷം ടണ്ണ് ആണ് കേരള തീരത്തുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മണ്ണ് 1 ദശലക്ഷം ടണ്ണിന് 4700 കോടി രൂപയാണ്. 10,000 കോടി രൂപയുടെ കച്ചവടമാണ്. അതിന് സംസ്ഥാന ഗവൺമെന്റ് കൂട്ടുനിന്നിട്ടുണ്ട്. ഇവിടെ റോഡ് ഷോയുമായിട്ട് മൈനിങ് വകുപ്പിന്റെ ആളുകൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് സംസ്ഥാന ഗവൺമെന്റാണ്. സംസ്ഥാനത്തെ വ്യവസായ സെക്രട്ടറി അടക്കം അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർ ഈ മൈനിങ്ങിന് വേണ്ടി വന്നവർക്ക് കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KMML-ൽ നിന്ന് അവർക്ക് പണം കൊടുത്തിട്ടുണ്ട് ചെലവിന്. അപ്പോൾ സർക്കാർ ഞാൻ നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളതിനെ എതിർക്കും എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ എതിർക്കുകയല്ല, സഹായിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും കടൽ മണൽ ഖനനം നടത്താൻ സമ്മതിക്കില്ല. ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലേക്ക് പോകും. പാരിസ്ഥിതികമായ ആഘാതം ഉണ്ടാവും. കാരണം കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ കടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീട് അടുത്ത മൺസൂണിൽ കാണില്ല. ഭയങ്കരമായ തീരശോഷണം സംഭവിക്കുന്ന സംസ്ഥാനമാണ് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട്.
ആ സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ ഇത്രയും ആഴത്തിൽ 60 മീറ്ററൊക്കെ ആഴത്തിൽ മണലെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ആഘാതം തീരപ്രദേശത്തുണ്ടാവും. ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല. ഈ തിരുവനന്തപുരത്തെ ഇല്ല ഞങ്ങൾ അത് ഞാൻ പറഞ്ഞില്ല, അജണ്ട എല്ലാം സംസാരിക്കാൻ ഈ തിരുവനന്തപുരത്തെ ചെറിയ വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്തെ സംസ്ഥാനത്ത് ഈ ലഹരിയുടെ ഉപയോഗം കാര്യമായി തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. എന്താണ് ഞങ്ങൾ അസംബ്ലിയിൽ ഗൗരവമായി ഈ വിഷയം കൊണ്ടുവന്നു. വളരെ ലാഘവത്വത്തോടു കൂടി ഒരു മറുപടിയാണ് തദ്ദേശ ഈ എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എല്ലാം ഓക്കെയാണ് നടന്നത്. കേരളത്തിൽ ഒരു കുഴപ്പമില്ല. അതിൻ്റെ കുറെ ഓൾ ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്സ് പറയും കേരളം അപകടത്തിലാണ്. കേരളത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ലഹരി മരുന്ന് വ്യാപനം തടയുന്നതിലാണ്. എൻഫോഴ്സ്മെന്റ് പരാജയമാണ്. കേരളത്തിൽ വിമുക്തി എന്ന് പറയുന്ന ബോധവൽക്കരണ പരിപാടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിൽ കെമിക്കൽ അടക്കം MDMA അടക്കമുള്ള എല്ലാ ലഹരി വസ്തുക്കളും അവൈലബിൾ ആണ്. കേരളത്തിൽ വയലൻസ് വർദ്ധിച്ചിരിക്കുന്നു. നേച്ചർ വയലൻസിൻ്റെ അക്രമത്തിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു. കുടുംബങ്ങളിൽ പോലും ആളുകൾ മറച്ചു വയ്ക്കുകയാണ്. സ്ഥാപനങ്ങളിൽ, കുടുംബങ്ങളിലൊക്കെ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഗുരുതരമായ വിഷയങ്ങൾ ലഹരി മരുന്ന് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ലഹരി മരുന്ന് അവൈലബിൾ കേരളത്തിൽ. ആ ലഹരി മരുന്ന് റാക്കറ്റ് സജീവമാണ്. ഗവൺമെൻറ് അതിനെ എൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് തന്നെ നിയന്ത്രിക്കണം. ജനങ്ങളുടെ ഇടയിൽ, ചെറുപ്പക്കാരുടെ ഇടയിൽ, കുടുംബങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള എല്ലാവരും ചേർന്ന് ഞങ്ങൾ 2022 ഇത് പറഞ്ഞു. പൂർണ്ണ പിന്തുണ ഞങ്ങൾ സർക്കാരിന് വാഗ്ദാനം ചെയ്തു. 2024 എത്തിയപ്പോൾ വീണ്ടും ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ ഒരു തണുപ്പൻ നയമാണ് ഇത്. കേരളത്തെ ഒരു കാലത്തും ഇല്ലാത്ത അപകടത്തിലേക്ക് എത്തിക്കും. ഈ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപകടത്തിലേക്കാണ് തിരുവനന്തപുരത്തെ SDP വിജയിച്ചൊരു പാങ്ങോട് പഞ്ചായത്തിൽ അതേക്കുറിച്ച് എന്താണ് UDF വൻതോതിൽ കുറഞ്ഞു. ഇതിനു മുമ്പ് ജയിച്ചിട്ട് ഞാൻ വേറെ 2-3 പഞ്ചായത്തിലെ കണക്ക് പറയട്ടെ. പഞ്ചായത്തിലെ കണക്ക് പറയട്ടെ. ഇത് വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട്. UDF ഒരു 400 വോട്ട് പോയിട്ട് SDP ഒരു 500 വോട്ടിന് ജയിച്ച വേറെ പഞ്ചായത്തിലെ കണക്ക് ഞാൻ പറഞ്ഞു.